നമസ്തേ. ആത്മീയതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ സീക്കേഴ്സും കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന അനുഭവപ്പെടുന്നതായിട്ടുള്ള മഹത്തരമായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ തേർഡ് ഐ അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഫിസിക്കൽ ഐസ് പുറത്തേക്ക് തുറന്നിരിക്കുന്ന സമയത്ത്, പുറത്തു നിന്നുള്ള കാര്യങ്ങളെ മനസ്സിലാക്കുന്ന സമയത്ത് മൂന്നാം കണ്ണ് നമ്മുടെ ഉൾക്കണ്ണായിട്ട് പ്രവർത്തിക്കുകയാണ്. സാധാരണ രീതിയിലുള്ള ഇമാജിനേഷൻ അപ്പുറത്തേക്ക് മറ്റുള്ളവർ കാണുന്ന പെർസ്പെക്റ്റീവിന് മുകളിലൂടെ അതിനപ്പുറത്തായിട്ട് നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു, വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു, ആത്മീയ ലോകത്തെ കാഴ്ചകൾ നമുക്ക് ഗ്രഹിക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ഒരു സിക്സ്ത് സെൻസിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കണ്ണ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ചക്രത്തിലേക്ക് ഊർജം നല്ല രീതിയിൽ വന്ന് അത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുക എന്നുള്ളത് മുൻപ് പല വീഡിയോകളിലായിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് മൂന്നാം കണ്ണിലേക്ക് ആക്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക, എന്തൊക്കെയാണ് അതിന്റെ സ്പിരിച്വൽ ടെക്നിക്സ്, അങ്ങനെ ഒരുപാട് ആസ്പെക്ട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് നമ്മുടെ മൂന്നാമത്തെ കണ്ണ് അവിടെ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മൂന്നാമത്തെ കണ്ണിൽ ബ്ലോക്കേജ്, ആ ഒരു ചക്രത്തില് ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ആളുകൾ ഉണ്ടാകുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണ്, നമ്മുടെ ചുറ്റിനുള്ള ആളുകളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്, വിധിക്കാൻ വേണ്ടിയല്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും നമുക്ക് സെൽഫ് റിഫ്ലക്ഷനും വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. ബ്ലോക്കേജസിനെ കുറിച്ച് മാത്രമാണ് ഇപ്പൊ സംസാരിക്കുന്നത്. എന്തൊക്കെയാണ് അതിന്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്നുള്ളതാണ് ഇവിടെ സംസാരിക്കുന്നത്. മൂന്നാമത്തെ കണ്ണ് എന്ന് പറയുന്ന സമയത്ത് തേർഡ് ഐ ചക്ര അല്ലെങ്കിൽ ആജ്ഞചക്ര എന്നുള്ള രീതിയിലാണ് നമ്മൾ അതിനെ കേട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞു, ഭൗതികമായിട്ടുള്ള കണ്ണുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സെൻസറി ഓർഗൻസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെയാണ് ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ നമ്മൾ നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ലോജിക്കലി ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ ചില സമയത്ത് നമ്മുടെ ലോജിക്കിന് അതീതമായിക്കൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. ഏതൊരു സീക്കേഴ്സും താനൊരു നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ ഒരു സത്യാന്വേഷിയാണ്, ഒരു ഫ്രീ തിങ്കർ ആണ് എന്നൊക്കെ ഉള്ള രീതിയിൽ വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്തും നമ്മുടെ മനുഷ്യബുദ്ധിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ലോജിക്ക് ഉപയോഗിക്കുന്നതിനപ്പുറത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഗട്ട് ഫീലിംഗിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കാര്യങ്ങൾ പരിസമാപ്തിയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ഇൻഡ്യൂഷൻ, ആത്മാവിന്റെ സ്വരം കൃത്യമായിട്ട് വർക്ക് ചെയ്യുകയാണ്. നമ്മുടെ ആത്മാവിന്റെ സ്വരവുമായിട്ട് അല്ലെങ്കിൽ ഇൻഡ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ് ഈ തേർഡ് ഐ ചക്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മൂന്നാം കണ്ണെന്ന് പറയുന്നത്. അപ്പൊ മൂന്നാം കണ്ണിന് ബ്ലോക്കേജ് വരുന്ന സമയത്ത്, അസ്വാരസ്യതകൾ വരുന്ന സമയത്ത്, അത് വീക്കാകുന്ന സമയത്ത്, ഇംബാലൻസ്ഡ് ആകുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷനിൽ വളരെ കുറവ് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. നമ്മുടെ അന്തർജ്ഞാനം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതേ ഇല്ല. നമ്മൾ ലോജിക്കില് ഓവർ ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ലോജിക്കിന്റെ അടിസ്ഥാനത്തിൽ എല്ലാത്തിനെയും കീറി മുറിച്ച് പരിശോധിക്കാനും ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് ഈഗോയും അതിന്റെ കൂടെ പ്രവർത്തിക്കുമെന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് അന്തർജ്ഞാനത്താൽ നയിക്കപ്പെടുന്നതിന് പകരം ലിമിറ്റഡ് ആയിട്ടുള്ള ലോജിക്കിന്റെ ഒപ്പം തന്നെ പോകുന്നത് കൊണ്ട്, നമ്മൾ യുക്തി മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാ കാര്യങ്ങളും യുക്തിപരമായിട്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു റോബോട്ടിനൊക്കെ ആയിരിക്കും ചിലപ്പോൾ സാധ്യമാകുന്നത്. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിനായിരിക്കും ചിലപ്പോൾ സാധ്യമാകുന്നത്. മനുഷ്യ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് കംസ് വിത്തൗട്ട് എ യൂസർ മാനുവൽ എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മുടേതായിട്ടുള്ള ഗട്ട് ഫീലിംഗ്, ഇൻഡ്യൂഷൻ, ഊഹാപോഹങ്ങള്, അസംഷൻസ്, ചിലപ്പോൾ അതിനെ ലോജിക്കലി സപ്പോർട്ട് ചെയ്യാത്ത കാര്യങ്ങളെ പോലും നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. മനുഷ്യരുമായിട്ട് ഇടപെടുന്ന സമയത്ത് നമ്മൾ റോബോട്ട്സുമായിട്ടല്ല ഇടപെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പല സമയത്തും മനുഷ്യരുടെ ബിഹേവിയർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈവൻ നമുക്ക് നമ്മുടെ ബിഹേവിയർ പോലും ചില സമയത്ത് പ്രവചിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പൊ തേർഡ് ഐ ചക്രത്തിൽ ബ്ലോക്കേജ് വരുന്ന സമയത്ത് ഇൻഡ്യൂഷന് കുറവുണ്ടാവും. ഇൻഡ്യൂഷന് കുറവുണ്ടാകുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള തേർഡ് ഐ ചക്ര ബ്ലോക്കേജിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത്, നമ്മൾ ലോജിക്കിൽ മാത്രം ഓവർ ഡിപ്പെൻഡന്റ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർ തിങ്കിങ്ങിലേക്ക് പോകാനായിട്ടുള്ള സാധ്യത വളരെ അധികമാണ്. ഇത് നമ്മളെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമുക്ക് ഫോക്കസ് നഷ്ടപ്പെടുന്നത് പോലെ തോന്നും. നമ്മൾ ഓവറായിട്ട് എന്ത് കാര്യത്തിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ഈവൻ നമ്മുടെ യുക്തിചിന്ത പോലും ഒരു പ്രശ്നമായിട്ട് മാറുമെന്നുള്ളതാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരു മെന്റൽ ഫോഗ് ബാധിച്ച ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. ഒരു ബ്രെയിൻ ഫോഗ് പോലെ നമുക്ക് ഫീൽ ചെയ്യുമെന്നുള്ളതാണ്. കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടുന്നില്ല, ഓവർ തിങ്ക് ആയിട്ട് ഫുള്ള് കൺഫ്യൂസ്ഡ് ആയിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ കാര്യങ്ങളെ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്ത് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ചില സമയത്ത് നമുക്ക് ഫോക്കസ് കിട്ടണമെങ്കിൽ നമ്മൾ ഓൾറെഡി ഉള്ള ആ ഫോക്കസ്ഡ് ഏരിയയിൽ നിന്ന് മാറി ഫോക്കസ് ചെയ്യേണ്ടതായിട്ടൊക്കെ ഉണ്ട്.
അപ്പൊ ചില സമയത്ത് നമ്മൾ നമ്മളെ തന്നെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ നമ്മളെ നഷ്ടപ്പെടണമെന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മുടെ ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തേർഡ് ഐ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ തേർഡ് ഐ വീക്ക് ആകുന്ന സമയത്ത് അടുത്തതായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മെന്റൽ ഫോഗ് തന്നെയാണ്. കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫോക്കസ് ഇല്ലാത്ത, ഓവർ തിങ്കിങ്ങിൽ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അവസ്ഥയ്ക്ക് തന്നെയാണ് ഈ മെന്റൽ ഫോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് നമുക്ക് ഡീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇമോഷൻസിനെ കൃത്യമായിട്ട് ഡീൽ ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാകുകയാണ്. വൈകാരികമായിട്ടൊരു സ്ഥിരത ഇല്ലാത്തതായിട്ടുള്ള, ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. കാരണം ഇമോഷൻ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ലോജിക് കൊണ്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ഇമോഷനെ നമുക്ക് നിയന്ത്രിക്കണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു അവസ്ഥ, ഒരു ഇൻസൈറ്റ്, നമ്മുടെ ഉള്ളിലെ വിസ്ഡം ഒക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോളജിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരാൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്ക് തേർഡ് ഐ ചക്രം വീക്ക് ആകുന്ന സമയത്ത് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യുന്നതിൽ നമ്മുടെ മൂന്നാം കണ്ണ് പ്രധാനമായിട്ട് പങ്കുവഹിക്കുന്ന ഒരു സംഗതിയാണ്. നമുക്ക് ഇമാജിനേഷനിലും വിഷ്വലൈസേഷനിലും ബ്ലോക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ അതുകൊണ്ട് സാധിക്കില്ല. ട്രൂ സൈൻ ഓഫ് ഇന്റലിജൻസ് ഈസ് നോട്ട് നോളജ്, ഇറ്റ് ഈസ് ഇമാജിനേഷൻ എന്നാണ്. നമ്മുടെ ഭാവനയ്ക്ക് ചിറക് ലഭിക്കുന്ന സമയത്താണ് നമുക്ക് ക്രിയേറ്റീവായിട്ട് ഉയർന്നു പറക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് വിഷ്വലൈസേഷനും ഇമാജിനേഷനും രണ്ടും പരസ്പര പൂരകങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന സംഗതികളാണ്. ഇത് രണ്ടും പരസ്പര പൂരകമായിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമുക്ക് ക്രിയേറ്റീവ് പ്രൊഡക്ഷൻ സാധ്യമാകുന്നത്. നമ്മുടെ മൂന്നാം കണ്ണ് ശക്തമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ഭാവന ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല, ക്രിയേറ്റീവായിട്ട് സർഗസൃഷ്ടികൾ നടത്താനായിട്ട് സാധിക്കുന്നില്ല, നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഹെഡേക്ക്, മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങൾ, സൈനസ് പോലുള്ള പ്രോബ്ലംസ്, അതുപോലെ തന്നെ ചിലപ്പോൾ വിഷ്വൽ ഡിസ്റ്റർബൻസസ്, ഇതൊക്കെ നമുക്ക് മൂന്നാമത്തെ കണ്ണ് വീക്ക് ആകുന്ന സമയത്ത് ഉണ്ടാകുന്നുണ്ട് എന്ന് ചില ആത്മീയവാദികൾ വിശ്വസിച്ചു പോരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ഒരു മെഡിക്കൽ കണ്ടീഷന്റെ കാരണം കൊണ്ടാണ് ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സയന്റിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയെ നമ്മൾ പരിചരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ഫിസിക്കലായിട്ട് ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഹയർ ലെവൽ കോൺഷ്യസ്നെസ്സുമായിട്ട് നമുക്കൊരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫീലിംഗ് ഉണ്ടാകുകയാണ്. നമുക്ക് നമ്മുടെ സ്പിരിച്വൽ സോഴ്സുമായിട്ട് കണക്ഷൻ പോയതുപോലെ തോന്നും. ക്രിയേറ്ററുമായിട്ട് അല്ലെങ്കിൽ സ്പിരിറ്റ് വേൾഡുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തതുപോലെ തോന്നും. അപ്പൊ നമ്മൾ നമ്മുടെ ബ്രെയിനിന്റെ ലോജിക്കിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിലാണെങ്കിലും ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ഏതാനും വർഷങ്ങളോളം ഒരു നിരീശ്വരവാദി എന്നുള്ള അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഒരു സ്പിരിച്വൽ വേൾഡുമായിട്ട് എന്റെ കണക്ഷൻ പോയല്ലോ, ഒരു സോഴ്സുമായിട്ട് കണക്ഷൻ പോയാൽ ചിലപ്പോൾ നമ്മുടെ ലോജിക്ക് വന്നിട്ട് പറയും അങ്ങനെ ഒരു സോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ, നമ്മളെ സോഴ്സുമായിട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ നമ്മുടെ മൂന്നാമത്തെ കണ്ണിന് ബ്ലോക്കേജസ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ തേർഡ് ഐ ചക്ര ഓർ ആജ്ഞചക്രയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, വീക്ക്നെസ് ഉണ്ടാകുന്ന സമയത്ത് അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഓവർ തിങ്കിങ് പോലെ തന്നെ നമുക്ക് റിജിഡ് ആയിട്ടുള്ള ചിന്താഗതിയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. റിജിഡ് ആയിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചിന്തയ്ക്ക് ചിറകുകളില്ലാതെ ആവുകയാണ്. ഇമാജിനേഷൻ, വിഷ്വലൈസേഷൻ ഒക്കെ ഇല്ലാതെ നമ്മൾ റിജിഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിക്കുന്ന സമയത്ത് അതിന്റെ ഫലമായിട്ട് നമ്മളിൽ നിന്ന് ഒരു പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിക്ക് പകരം ഫ്രസ്ട്രേഷൻ ആണ് ഉണ്ടാകുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉറക്കത്തിനെ ബാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. മോശമായിട്ടുള്ളതും പാർഷ്യലായിട്ടുള്ളതും പൂർത്തീകരിക്കാത്തതുമായിട്ടുള്ള സ്വപ്നങ്ങൾ നമുക്ക് സംഭവിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ മൂന്നാം കണ്ണിന് പ്രശ്നം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ തേർഡ് ഐ ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. നമ്മളെ തന്നെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഇൻട്രോസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മൂന്നാം കണ്ണാണ് നമ്മളെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി ഇൻട്രോസ്പെക്ട് ചെയ്യാനും റിഫ്ലക്ട് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ കുറവുകൾ അംഗീകരിക്കില്ല. നമുക്ക് കിട്ടുന്നതായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കുകയുമില്ല. അങ്ങനെ നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു മൂന്നാം കണ്ണിന് ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത്. ഭൗതികവാദം അഥവാ മെറ്റീരിയലിസ്റ്റിനോടുള്ള ഓവറായിട്ടുള്ള അറ്റാച്ച്മെന്റ്, ഫിസിക്കൽ റിയാലിറ്റീസിനോട്, ഭൗതികമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചിന്തിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥ. അതുപോലെ തന്നെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾക്കും എക്സ്റ്റേണൽ വാലിഡേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വാലിഡേഷൻ അന്വേഷിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥ. അങ്ങനെ നമ്മൾ സൊസൈറ്റിയുടെ ഒരു പപ്പറ്റായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒരു പപ്പറ്റായിട്ട് മാറുന്നത് പോലത്തെ ഒരു അവസ്ഥയായിട്ട് മാറുകയാണ് നമുക്ക് ഈ മൂന്നാം കണ്ണിന് ബ്ലോക്കേജ് ഉണ്ടാകുന്ന സമയത്ത്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് മാനിപ്പുലേറ്റേഴ്സിന് നമ്മളെ വളരെ ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മുടെ മൂന്നാം കണ്ണ് തുറക്കുക, സീ ത്രൂ ദ മെട്രിക്സ് എന്നുള്ളതാണ്. നമ്മൾ എല്ലാ മിഥ്യകൾക്കും അപ്പുറത്തൂടെ യാഥാർത്ഥ്യം കാണേണ്ടതുണ്ട്. ഒരു കൂട്ടം ആളുകൾ ഒരു ഗുഹയിൽ പെട്ടു പോയിട്ടുണ്ടെങ്കിൽ
ആ ഗുഹയിൽ അവർ കാണുന്ന അവരുടെ തന്നെ നിഴലുകളാണ് യാഥാർത്ഥ്യം എന്ന് അവർ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഏതെങ്കിലും ഒരുവൻ ഗുഹയിൽ നിന്ന് പുറത്തു വന്ന് പുറം ലോകം കണ്ടിട്ടുണ്ടെങ്കിലോ അവന് മനസ്സിലാകുകയാണ് മറ്റൊരു ലോകമുണ്ട് എന്നുള്ളത്. അവൻ തിരിച്ച് വീണ്ടും ഈ ഗുഹയിലേക്ക് മറ്റുള്ളവരോട് പുറത്തിങ്ങനെ ഒരു ലോകമുണ്ട് എന്ന് പറയാനായിട്ട് വരുന്ന സമയത്ത് ഗുഹയിലുള്ള ആളുകളൊക്കെ അവനെ ഒറ്റപ്പെടുത്തും എന്നുള്ളതാണ്. കാരണം ഗുഹയിലുള്ള ആളുകളൊക്കെ അവരുടെ മിഥ്യയിൽ തന്നെ കഴിഞ്ഞ് അതുമായിട്ട് കണ്ടീഷൻഡ് ആയി പോയി, അവർക്ക് ബിയോണ്ട് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു കേവ് എഫക്റ്റ് എന്ന പോലെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമെന്നുള്ളതാണ് നമ്മുടെ മൂന്നാം കണ്ണ് നമ്മൾ തുറന്നിട്ടില്ലെങ്കിൽ. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, എങ്ങനെയാണ് എനിക്ക് എന്റെ മൂന്നാമത്തെ കണ്ണ് തുറക്കാനായിട്ട് സാധിക്കുക, തുറക്കുമ്പോൾ എങ്ങനെ അനുഭവപ്പെടുമെന്നുള്ളതും ഇതെങ്ങനെ തുറക്കണമെന്നും ഒക്കെയുള്ള കുറച്ച് ഇൻസൈറ്റ്സ് മുൻപുള്ള വീഡിയോകളിൽ വിശദീകരിച്ചിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ വരാനിരിക്കുന്ന വീഡിയോകളിൽ വിശദീകരിക്കാം. അതോടൊപ്പം തന്നെ ഓർക്കുക, നമ്മുടെ കുണ്ടലിനി ശക്തി നമ്മൾ റൈസ് ചെയ്ത് നമ്മുടെ ഓരോ ചക്രങ്ങളും കടന്ന് നമ്മുടെ മൂന്നാമത്തെ കണ്ണിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. മൂന്നാമത്തെ കണ്ണിൽ എത്തിയതിനു ശേഷം ഇനി നമുക്ക് സഹസ്രാര ചക്രവും കൂടിയാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ എല്ലാവർക്കും കൃത്യമായിട്ടുള്ള സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ, ടെക്നിക്സിലൂടെ സ്വയം ദൈവവുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആത്മീയമായിട്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ ചക്രങ്ങൾ എനർജി സെന്റേഴ്സിനെ കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ട്, പവർഫുൾ ആക്കിക്കൊണ്ട് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ലൈഫ്, നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ജീവിതം, ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയും സാധ്യമാകട്ടെ എന്നാശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. നമസ്തേ.